ഹലോ മക്കളെ, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സ്കൂളിൽ നിങ്ങൾ ഫ്രാക്ഷനൊക്കെ പഠിക്കാൻ തുടങ്ങിയോ? ഫ്രാക്ഷൻ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായില്ലേ? എല്ലാവരും പഠിക്കാൻ തുടങ്ങി കാണും അല്ലേ? അപ്പം നമുക്കിന്ന് ഫ്രാക്ഷൻ്റെ എന്താണ് ഫ്രാക്ഷന്, ഈ ഫ്രാക്ഷനിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ നോക്കിയാലോ? റെഡി അല്ലേ എല്ലാവരും? നോക്കിയാൽ മക്കളെ, നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് റിപ്പീറ്റഡ് അഡീഷൻ അല്ലേ? എന്താ ഈ റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് യു മീൻ ബൈ റിപ്പീറ്റഡ് അഡീഷൻ? അതായത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഇപ്പൊ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ ഇത് കണ്ടോ? അതായത് 4 times 2 ആണ്. 4 times 2 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 2 + 2 + 2 + 2. അപ്പൊ എത്ര ആൻസർ കിട്ടുക? ഓൾറെഡി നമുക്കറിയാം 8 ആണ്, കാരണം 4 × 2 8 ആണ്. അതാണ് റിപ്പീറ്റഡ് അഡീഷൻ. അതിന് നമ്മൾ എന്താ പറയാ? മൾട്ടിപ്ലിക്കേഷൻ. റിപ്പീറ്റ് ചെയ്യുന്നതിന് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് റിപ്പീറ്റഡ് അഡീഷൻ ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ. ഇത് കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതല്ലേ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എങ്ങനെയാണ് ഫ്രാക്ഷൻ റിപ്പീറ്റഡ് അഡീഷൻ ആകുമ്പോൾ ചെയ്യുന്നത്. അത് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഇത് ഹോൾ ചാപ്റ്റർ ഫുൾ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 times 1/2. 1/2 4 times ആകുമ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ എങ്ങനെ ചെയ്യുന്നത് 1/2 4 times എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 എന്ന് 1/2 എത്ര വട്ടം ഉണ്ട്? 4 times. 4 times ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 × 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. എന്നിട്ട് ആ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. നമുക്ക് മഴ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു അരയും കൂടെ കൂടുമ്പോൾ എന്താവും? 1 ആവും. വീണ്ടും ഒരു അരയും കൂടെ കൂടുമ്പോൾ എന്താവും? 1.5 ആവും. വീണ്ടും ഒരു അരയും കൂടെ കൂടുമ്പോൾ എന്താവും? 2 ആവും. അതവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ? 1/2 4 times എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ വരിക. ക്ലിയർ ആയോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മക്കൾ ഇതാ നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഈച്ച് പീസ് ഓഫ് പംകിൻ വെയ്റ്റ് 1/4 kilogram. അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ? എന്താണ് ഈ ക്വാർട്ടർ, 3/4 എന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4. 1/4നെയാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത്. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ്. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ 3/4 എന്തായിരിക്കും? അതാണ് 3/4. മുക്കാല്. കാല്, അര, മുക്കാല്. മലയാളത്തിൽ പറയുവാണെങ്കിൽ അങ്ങനെ പറയും. അപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഹോൾ ചാപ്റ്റർ മിക്കപ്പോഴും നമുക്ക് 3/4 ക്വാർട്ടർ എന്നൊക്കെ നമുക്ക് പറയുന്നത് കേൾക്കാൻ പറ്റും. അപ്പൊ അത് കേൾക്കുമ്പോൾ എന്താണ് 3/4 എന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? മുക്കാലാണ്, അല്ലെങ്കിൽ 3/4നാണ് 3/4 എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇത് എന്തായിരുന്നു 3/4 എന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്, 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഈച്ച് പീസ് ഓഫ് പംകിൻ വെയ്റ്റ് 1/4 kilogram. ഒരു പീസ് ഓഫ് പംകിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 kilogram ആണ്. അപ്പൊ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/4 ആയിരിക്കും അല്ലെ? 1/4 ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസ് ടുഗെദർ? 2 പീസ് കൂടുമ്പോൾ എത്രയായിരിക്കും? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? 1/4 + 1/4. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1/4 × 2. അതാണ് 2 പീസാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? 2/4. 2/4നെ നമുക്ക് ചെറുതാക്കണം. നമ്മൾ ഫ്രാക്ഷനെ ചെറുതാക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ചെറുതാക്കുന്നത് എങ്ങനെയാ? ഫ്രാക്ഷനെ ലീസ്റ്റ് ഫോമിലേക്ക് എഴുതണമെങ്കിൽ നമ്മൾ അതിനെ, അതായത് ഇപ്പൊ ഇവിടെ 2/4 ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 2s are 2, 2 2s are 4. രണ്ടിനെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ അറിയാം 2നെയും 4നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 ആയിരിക്കും ആൻസർ വരിക. 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 1/2 അല്ലേ ആൻസർ വരുന്നത്. അപ്പൊ അവിടെ ആൻസർ വരുന്ന 1/2 ആണ്. പിന്നെ എനിക്കിത് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എനിക്ക് പറഞ്ഞ് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മക്കളെ ഇങ്ങനെ നമ്മൾ എഴുതുവാണെങ്കിൽ അതിന് എന്താ പറയാ? മിക്സഡ് ഫ്രാക്ഷനാ അല്ലെ? 3 1/2 എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷനാ. അത് നമ്മൾ ഇംപ്രോപ്പറിലേക്ക് ആക്കുന്നത് എങ്ങനെയാ? 3 × 2 6, 6 + 1 7. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ 7/2 എന്ന അല്ലെ? ചില സമയത്ത് ഇങ്ങനെ വരും 3 × 1/2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മിക്സഡ് ഫ്രാക്ഷൻ അല്ല. 3 times 1/2 ആഡ് ചെയ്യാനാണ്. അതായത് 3 times 1/2 എന്ന് പറഞ്ഞാൽ 3യും 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിവിടെ 1/2 എന്ന ആൻസർ കിട്ടി അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യനില്
1/4 2 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ആണ് ആൻസർ വരുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ 2 പീസ് ആകുമ്പോൾ അങ്ങനെ വരും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസ് ടുഗെദർ? അത് നമ്മൾ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് സച്ച് 4 പീസ് ടുഗെദർ? അപ്പൊ എങ്ങനെ ഇവിടെ പറയാം? ഒരു പീസ് 1/4 ആയിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ 4 പീസ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? 4 × 1 4. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ 4/4 എന്ന് പറഞ്ഞാൽ 1, 2/2 എന്ന് പറഞ്ഞാൽ 1, 3/3 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 4/4 എന്ന് പറഞ്ഞ ഒരു വലിയ പീസായി. മനസ്സിലായോ? ഇനി അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ട്. വാട്ട് അബൌട്ട് 6 പീസ്? 6 പീസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പൊ 1/4 × 6 എന്ന് പറയും. അപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇതിന് രണ്ടുകൂടി ഇൻറ്റു ചെയ്തിട്ട് ഡോമിനേറ്റർ അതുപോലെ എഴുതണം. ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 6/4 എന്ന് കിട്ടും. മക്കളെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ ലീസ്റ്റ് ഫോമിലേക്ക് എഴുതാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ നമ്മൾ ലീസ്റ്റ് ഫോമിലേക്ക് എഴുതണം. അതെങ്ങനെ എഴുതുന്നത്? അതിനെ നമ്മൾ മുകളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പറുമാണ് നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ 6 / 4, 1 4s are 4. കണ്ടോ? ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ആൻസർ മുകളിലുള്ള ആ ആൻസർ 1ഉം ഇവിടെ ഇങ്ങനെ എഴുതണം 2/4 എന്ന്. അത് നമുക്ക് അറിയത്തില്ലേ? ഇംപ്രോപ്പറിനെ മിക്സറിലേക്ക് ആക്കാൻ കിട്ടിയ ആൻസർ ഈ ആൻസർ, ഇത് കോഷ്യന്റ്, ഇത് റിമൈൻഡർ, ഇത് ഡിവൈസർ, അങ്ങനെ എഴുതും. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നോക്കാം. ഇതിന് ഈ ഫ്രാക്ഷൻ നമുക്ക് വീണ്ടും, ഇത് ഫ്രാക്ഷൻ തന്നെയാണ്. ഇതൊരു വോൾ നമ്പർ പാർട്ടും ഇതൊരു ഫ്രാക്ഷനും അല്ലേ? ഫ്രാക്ഷൻ നമുക്ക് ചെറുതാക്കാൻ പറ്റും. ഇവിടെ 2/4 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 1/2 എന്നായിരിക്കും ആൻസർ വരിക. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറഞ്ഞേ? ഒരു പമ്പിന്റെ പീസ് 1/4 കിലോഗ്രാം ആയിരുന്നു. അത് 2 ആയപ്പോ എത്രയായി? 4 ആയപ്പോ എത്രയായി? 6 പീസ് ആയപ്പോ എത്രയായി? അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറയുന്നത്? വി ക്യാൻ ഫില്ല് കപ്പ് വിത്ത് 1/3 ഓഫ് ലിറ്റർ ഓഫ് മിൽക്ക്. 1/3 എന്ന് പറഞ്ഞാല് വി ക്യാൻ ഫില്ല് എ കപ്പ്. ഒരു കപ്പ് ഫില്ല് ചെയ്യാൻ 1/3 ലിറ്റർ ഓഫ് വാട്ടർ വേണം. എത്രയാ വേണ്ടേ? 1/3 എന്ന് പറഞ്ഞാൽ 1/3. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫില്ല് 2 കപ്പ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. 2 × 1 2/3. 2/3 വേണം. വാട്ട് അബൌട്ട് 4 കപ്പ്? 4 കപ്പ് എന്ന് പറഞ്ഞാൽ 1/3 4 ടൈംസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4/3. എത്ര കിട്ടുക? 4/3. ഈ 4/3 വലിയ നമ്പർ മുകളിൽ, ചെറിയ നമ്പർ താഴെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. അപ്പൊ 1/3 എന്ന ആൻസർ വരും. നോക്കിക്കേ, ഒരു കപ്പായിരുന്നു. ആ കപ്പിൽ 1/3 ലിറ്റർ ഓഫ് മിൽക്കാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ വി ക്യാൻ ഫില്ല് എ കപ്പ് 1/3 ഓഫ് ലിറ്റർ. അങ്ങനെ 2 കപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര വേണം? 2/3 വേണം. 4 കപ്പ് ആണെങ്കിലോ 1/3 ലിറ്റർ ഓഫ് മിൽക്ക് വേണം. ക്ലിയർ ആയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നല്ല എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് റിബൺ, ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് എ മീറ്റർ? മക്കളെ ഇവിടെ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് ഓഫ് റിബൺ? 4 പീസ് ഓഫ് റിബണിന്റെ ടോട്ടൽ ലെങ്ത് കാണാൻ. ഈച്ച് ലെങ്ത്, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിന് ലെങ്ത് എത്രയാണെന്നാ പറയുന്നേ? അത് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഈച്ച് ലെങ്ത് ഈസ് എത്രയാണ്? 3/4. അത് 3/4 എന്ന് വെച്ചാൽ 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഉള്ളത്? ആ 4 പീസിന്റെ കാണണം. അപ്പൊ ഒരെണ്ണത്തിന്റെ ലെങ്ത് മക്കളെ എന്താ പറയുന്നത്? ഒരെണ്ണത്തിന്റെ ലെങ്ത് 3/4 ആണ്. എന്ന് വെച്ചാല് ലെങ്ത് ഓഫ് 3/4. 3/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 3/4 ഇങ്ങനെ എഴുതാം. വൃത്തിയാക്കി എഴുതട്ടെ കേട്ടോ. അപ്പം അങ്ങനത്തെ എത്ര പീസിന്റെ ലെങ്ത്? ഒന്ന് 3/4 ആണെങ്കിൽ 4ന്റെ ലെങ്ത് എത്രയാണ്? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലേ? 4ന്റെ ലെങ്ത് 4 × 3/4. അപ്പൊ 4 × 3 എത്രയാ? 12/4 വരും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ 4 ലെങ്ത്, ഒരെണ്ണത്തിന് ലെങ്ത് 3/4 ആണെങ്കിൽ, അല്ലെങ്കിൽ 4 പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 × 3 12, അതായത് 4 × 3 ഇങ്ങനെ ഡിവൈഡ് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടിയ ആൻസറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 12/4 എത്ര കിട്ടും? 3 കിട്ടും. അപ്പം 4 പീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിബണിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 3 മീറ്റർ. വാട്ട് അബൌട്ട് 5 പീസസ്? 5 പീസ് ആണെങ്കിൽ എങ്ങനെയാ മക്കളെ വരിക? 5 പീസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 3/4. 3/4 എന്ന് പറഞ്ഞാൽ ഒരു കഷണത്തിന്റെ ലെങ്ത്. 5 × 3 15. 15/4 എന്ന് കിട്ടും. മിസ് എപ്പോഴും പറയുന്ന വലിയ നമ്പർ മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം 4 കൊണ്ട്. അപ്പൊ 3 4s are
12. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഏതാ? 3 ആണ്. റിമൈൻഡർ 3 ആണ്. ഡിവൈസർ 4 ആണ്. 3 3/4 ആണ്. മനസ്സിലായോ? ഇതാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറിലേക്ക് ആക്കാനൊക്കെ വരുമ്പോൾ അതുപോലെ മിക്സഡിനെ ഇംപ്രോപ്പറിലേക്ക് ആക്കാനും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ഓർത്താൽ മതി. ഇപ്പം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം, ഡിവൈഡ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ 4/2 എന്നാണെങ്കിലോ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പണി ചെയ്യണം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ടേക്ക് 1/4 hour ടു വാക്ക് അറൌണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. ഒരു പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും ഒരു വട്ടം നടക്കാനായിട്ട് എത്ര ടൈമാണ് എടുത്തിരിക്കുന്നത്? 1/4 hours. ഓക്കെ, 1/4 hours ആണ് എടുത്തിരിക്കുന്നത് ഒരു വട്ടം നടക്കാനായിട്ട്. ദെൻ ടൈം ടേക്കൺ ടു 7 times അറൌണ്ട് ദ ഗ്രൗണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വട്ടം 1/4 ആണെങ്കിൽ 7 times എത്രയായിരിക്കും? 1/4 into 7 കൊടുക്കണം. 7 into 1 7, 7/4 എന്ന് വരും. അപ്പൊ മിസ് പറഞ്ഞു വലിയ നമ്പർ ആ മുകളിൽ വരുന്നെങ്കിൽ നമ്മൾ 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 4s are 4. നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 1. റിമൈൻഡർ 3, ഡിവൈസർ 4. അപ്പൊ എത്ര സമയം എടുക്കും? 1.25 മണിക്കൂർ. 1 3/4 അതാണ് ടൈം. എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചേ? ഒരു വട്ടം പോകാനായിട്ട് 1.5 hour. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോക്ക് അറൌണ്ട് ദ പ്ലേ ഗ്രൗണ്ട്സ്, ഒരു വട്ടം പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും പോകാനായിട്ട് 1.5 അല്ല 1/4 hour ആണ്. അങ്ങനെയാണെങ്കിൽ 7 times പോകണമെങ്കിലോ ഒരു വട്ടം 1/4 ആണെങ്കിൽ 7 times 1/4 into 7. ഇനി അടുത്ത് അതിന് മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലേ മക്കളെ? ദ 4 times പോകാൻ എത്ര സമയം എടുക്കും? 7 times പറയുമ്പം നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എഴുതി. എന്താ അടുത്ത 4 times ആകുമ്പോഴോ ഒരു വട്ടം 1/4. അപ്പം 4 times ആണെങ്കിൽ 1 4s are 4, 4/4. അപ്പൊ എത്ര വരും? 1 hour. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 1 3/4 എന്നും കിട്ടും. 7 times 4 timesൽ 1 hour എന്നും കിട്ടും. മനസ്സിലായോ? വളരെ സിമ്പിളായ കാര്യങ്ങളാണ് ഈ ഒരു 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം? നന്നായി എഴുതി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആവും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ റിമൈനിങ് പാർട്ട്, ബാക്കി വരുന്ന പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.